ഹായ് എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ പ്ലസ് ടുവിലെ കുട്ടികൾ ഇപ്പം എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ച് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ലാബ്, പ്രാക്ടിക്കൽ, റെക്കോർഡ് റൈറ്റിംഗ് എല്ലാമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട്, അതായത് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും പേടിപ്പെടുത്തുന്ന പോർഷനായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം ആ ചാപ്റ്റർ, അതിൽ എന്തൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററാണ്. ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും ആണ്. ആ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്, ഏതൊക്കെ നെയിംഡ് റിയാക്ഷൻ അതിനകത്തുണ്ട്, റിയാക്ഷൻസ് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് ഒന്നാമത്തെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ് ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത് നിങ്ങൾ നെയിംഡ് റിയാക്ഷൻസ് ആണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 9 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ചില നെയിംഡ് റിയാക്ഷൻ നിങ്ങൾ അടുത്ത ചാപ്റ്ററിലൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പക്ഷേ എന്നാലും ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 9 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. മസ്റ്റായിട്ടും ഈ 9 നെയിംഡ് റിയാക്ഷനും എഴുതാനും അറിഞ്ഞിരിക്കണം. അതേ കണക്ക് തന്നെ ആ റിയാക്ഷനകത്ത് ഏതൊക്കെ റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ റിയേജൻറ്റ് വന്നാൽ എന്തിനു മാറ്റം വന്ന് എന്തായിട്ട് മാറുന്നു, ഇത് കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ആ നെയിംഡ് റിയാക്ഷൻ കാണാതെ പഠിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെയിംഡ് റിയാക്ഷൻ എന്താണ്, നെയിംഡ് റിയാക്ഷൻ ആര്, റിയേജൻറ്റ് എന്ത് സംഭവിക്കുന്നു, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആ റിയേജൻറ്റ് വന്നാൽ ഞാൻ എന്തിനെ മാറ്റി എന്തിനെ കൊടുക്കണം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ സിമ്പിൾ സാധനമാണ്. രണ്ടാമത് പഠിക്കേണ്ടത് കുറച്ച് റിയേജൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ചധികം റിയേജൻസ്. അതിനകത്ത് PCl3 വരുന്നുണ്ട്, PCl5, SOCl2, അക്വസ് KOH, ആൽക്കഹോളിക് KOH, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റോള്, പിന്നെ നമ്മുടെ SOCl2, ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഡ്രൈ ഈതർ, അങ്ങനെ കുറച്ചധികം റിയേജൻസ്. അത് നമുക്ക് സ്ഥിരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ റിയേജൻസ് അവർ. മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് SN1 SN2 റിയാക്ഷനാണ്. എന്താണ് SN1 റിയാക്ഷൻ, എന്താണ് SN2 റിയാക്ഷൻ, SN1 എങ്ങനെ നടക്കുന്നു, SN2 എങ്ങനെ നടക്കുന്നു, ഇൻഡിവിജ്വലി ഓരോ റിയാക്ഷനും. SN1 മാത്രം 3 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. SN1 SN2 നമ്മളെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. SN1ൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട്, എന്താണ് റെസിമൈസേഷൻ, എന്താണ് റെസിമിക് മിക്സ്ചർ, അല്ലെങ്കിൽ എന്താണ് ഇനാൻഷോമസ്, എന്താണ് ഡയാസ്റ്റീരിയോമസ്, എല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് SN1ഉം SN2. ലാസ്റ്റ് നാലാമതായിട്ട് ബെൻസീൻ്റെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിനകത്ത് കുറച്ച് ബെൻസീൻ്റെ റിയാക്ഷൻസ്, അത് ഭയങ്കര സിമ്പിൾ ഒരെണ്ണമാണ് ബെൻസീൻ്റെ റിയാക്ഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഈ ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും പഠിക്കാനുള്ളത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഇത്രയും ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ഇതിൽ നിന്ന് 6 or 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പം ഈ 4 ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഈ 4 ടോപ്പിക്കിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിന്ന് പഠിച്ച് തുടങ്ങിയില്ല, നിങ്ങൾക്ക് പഠിക്കാൻ ടൈമില്ല, ലാബ് റെക്കോർഡായിട്ട് പോവുകയാണ്, അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവുക. ഓക്കെ, വീഡിയോ യൂട്യൂബിൽ തന്നെ കാണും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 9 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് റിയേജൻസിലോട്ട് പോകാം. അതിനുശേഷം SN1 SN2 റിയാക്ഷൻ, അതിനുശേഷം ബെൻസീൻ്റെ കുറച്ച് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 9 നെയിംഡ് റിയാക്ഷനാണ്. ഞാൻ ഈ ടോപ്പിക്ക് ആദ്യം എഴുതിയിടാൻ കാരണം ഇതിൽ 4 ടോപ്പിക് ഉണ്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ 4 ടോപ്പിക്കിൻ്റെയും വീഡിയോ കണ്ട് തീർത്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടൂ. അതുകൊണ്ടാണ് ആദ്യം 4 ടോപ്പിക്കും പറഞ്ഞത്. ടോപ്പിക്ക് പറയാതെ ആദ്യം ക്വസ്റ്റ്യൻ മാത്രം ഇത്രേ കാണോ നിങ്ങൾ വിചാരിക്കും. അല്ല, 4 ടോപ്പിക്കുണ്ട്. ആ 4 ടോപ്പിക്കിൻ്റെയും വീഡിയോ നമ്മൾ എടുക്കും. ആ 4 ടോപ്പിക്കിൻ്റെയും വീഡിയോ കണ്ടാൽ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും കംപ്ലീറ്റ് ആവും.
ഒന്നാമത്തിലോട്ട് പോകും. ഒന്നാമത്തത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. നെയിംഡ് റിയാക്ഷൻസ് നമുക്ക് 9 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ താഴെ എഴുതുന്നു. ഒന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാൻമേഴ്സ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ട് കാണും, ഒരുപാട് വട്ടം നിങ്ങൾ വായിച്ചതാണ്, ഒരുപാട് നിങ്ങൾ പഠിച്ചതാണ്. എന്നാലും റിവൈൻഡ് ചെയ്യുക, റിയാക്ഷൻസ് ഇപ്പം പഠിക്കുക, കംപ്ലീറ്റ് ചെയ്യുക, മടക്കി വെക്കുക. രണ്ടാമത്തത് ഗട്ടർമാൻ റിയാക്ഷൻ. ഈ ഗട്ടർമാൻ റിയാക്ഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇത് നിങ്ങൾ പിന്നെയും കേൾക്കും, പക്ഷേ ഗട്ടർമാൻ അല്ല, ഗട്ടർമാൻ കോച്ച് റിയാക്ഷനാണ് ഗട്ടർമാൻ റിയാക്ഷൻ. ഈ 2 റിയാക്ഷനും നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ 2 റിയാക്ഷനും പഠിക്കും. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാണ്. നാലാമത്തെ റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷനാണ്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്, ഫിംഗൽസ്റ്റൈനും സ്വാർട്സ്. അഞ്ചാമത്തെ റിയാക്ഷൻ വില്യംസൺ ഈതർ സിന്തസിസ് ആണ്. ചിലരുടെ ഒന്നും നോട്ടിൽ ഈ റിയാക്ഷൻ കാണില്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വില്യംസൺ ഈതർ സിന്തസിസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവരും ഈ വില്യംസൺ ഈതർ സിന്തസിസ് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ അതൊരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷനാണ്. ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷൻ ആയതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ പഠിക്കുക. പക്ഷേ അത് ഈതറിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ വീണ്ടും പഠിക്കുന്നുണ്ട്. എന്നാലും ഇത് ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കുക. പക്ഷേ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ഈതറിൽ കേൾക്കും. ആറാമത്തെ റിയാക്ഷൻ ഹൺസ്-ഡിക്കർ റിയാക്ഷൻ. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്-ഡിക്കർ റിയാക്ഷൻ. ഇനി ഒരു 3 റിയാക്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഏഴാമത്തെ റിയാക്ഷൻ കേട്ട് തഴമ്പിച്ച റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. അറിയാമായിരിക്കുമല്ലോ, കേട്ട് നിങ്ങൾ തഴമ്പിച്ചതാണ്. +1 കേട്ടു, +2 കേൾക്കും. വുഡ്സ് റിയാക്ഷൻ. എട്ടാമത്തത് ഫിറ്റിക് റിയാക്ഷൻ. സിമ്പിൾ സാധനമാണ്, എല്ലാവരും കിടന്ന് തെറ്റിക്കുന്നൊരു സാധനമാണ്. എന്ത് കാരണത്തിലാണെന്ന് അറിയത്തില്ല. ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, 9ാമത്തെ റിയാക്ഷൻ. ഇറ്റ്സ് വുഡ്സ് ഫിറ്റിക്. ഇങ്ങനെ 3 എണ്ണം. ഇത് 3 എണ്ണം ഒരുമിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കണം. ആദ്യത്തെ സ്റ്റെപ്പിൽ 2 എണ്ണം സാൻമേഴ്സും ഗട്ടർമാനും കേട്ടിട്ടുണ്ടെന്നെങ്കിലും ആലോചിച്ച് നോക്കുക. ഫിംഗൽസ്റ്റീനും സ്വാർട്സും, വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്-ഡിക്കറും, ദെൻ വുഡ്സ് ഫിറ്റിക്ക്. തുടങ്ങാം നമുക്ക്. ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ 2 എണ്ണം സാൻമേഴ്സും ഗട്ടർമാനും ഒരുമിച്ച്, ഫിംഗൽസ്റ്റീനും സ്വാർട്സും ഒരുമിച്ച്, വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്-ഡിക്കറും ഒരുമിച്ച്, വുഡ്സ് ഫിറ്റിക്ക് ഒരുമിച്ച്. തുടങ്ങാം നമുക്ക്. ആദ്യം സാൻമേഴ്സും ഗട്ടർമാനും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റിയേജന്റ് തുടക്കം, 2 പേരുടെയും തുടക്കം ഇയാളിൽ നിന്ന്. ബെൻസീറിങ്ങിന് മുകളിൽ N2+X-. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേര് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് അയോൺ. ഈ സാധനത്തിൽ നിന്നാണ് നമ്മൾ സാൻമേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും രണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു വെച്ചേക്കണം. ഇയാൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ സാധനം നിങ്ങൾ കണ്ട് പരിചയമുള്ള ഒരാളാണ്. NH2. ഇതിനെ വിളിക്കുന്ന പേര് അനിലീൻ എന്നാണ്. അപ്പം അനിലീനിൽ നിന്നാണ് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് കിട്ടുന്നത്. അനിലീനെ നമ്മൾ ഡയസോട്ടൈസേഷൻ ചെയ്യും. എന്ത് ചെയ്യും? ഡയസോട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ NaNO2 HCl, സോഡിയം നൈട്രേറ്റും HCl, ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യും. ഇത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് HNO2 ആണ്. അല്ലെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കും. അതിനെ ഇട്ട് കൊടുത്താൽ ഡയസോട്ടൈസേഷൻ നടക്കും. എന്നിട്ട് നമുക്ക് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് കിട്ടും. അപ്പോൾ ആക്ച്വലി നമ്മുടെ സാൻമേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് അനിലിൽ നിന്നാണ്. അനിലീനെ ആദ്യം നമ്മൾ എന്താക്കും? കാരണം നിങ്ങൾ അനിലീൻ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മോസ്റ്റ് ഓഫ് ദി കേസസിലും ഡയസോണിയം സാൾട്ട് എന്നായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആരിൽ നിന്നാണ്? അനിലീനിൽ നിന്നാണ്. അനിലീനെ എടുക്കുന്നു, ഡയസോട്ടൈസേഷൻ ചെയ്യുന്നു. ഡയസോട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ NaNO2, സോഡിയം നൈട്രേറ്റ് HCl ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് രണ്ടും കൂടെ ചേരുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് HNO2. H ഉം NO2, NaCl പുറത്തു പോകും, H NO2 കൂടെ ചേർന്ന് HNO2 പോകും.
അല്ലെങ്കിൽ HNO2 ഇട്ട് കൊടുക്കുന്നു. NaNO2 HCl എന്ന് പറഞ്ഞില്ലെങ്കിൽ HNO2 ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഡൈഫോട്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. NH2 എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? N2+ഉം X-. ഇതൊരു വലിയൊരു റിയേജൻ്റാണ്. നിങ്ങളിത് അമീൻസിനകത്ത് ഇതിൻ്റെ കുറേയധികം റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിനെ OH ആക്കി മാറ്റാൻ പറ്റും, ഇതിനകത്ത് ഫ്ലൂറിൻ കൊണ്ടുവരാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് എന്ത് SO3H കൊണ്ടുവരാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റാണ് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് അല്ലെങ്കിൽ സാൾട്ട്. ഇതിൽ നിന്നാണ് നമ്മൾ സാൻമേസും ഗട്ടർമാനും രണ്ടും ചെയ്യുന്നത്. സാൻമേസ് റിയാക്ഷൻ ആണെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ Cu2X2 ആഡ് ചെയ്യുന്നു, കുപ്രസ് ഹാലൈഡ്. അല്ലെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ Ki പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ റിങ്ങിന് മുകളിൽ എക്സ് വരും. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തേക്കുന്ന എക്സ് എന്താണോ അതിവിടെ വരും. കൂടാതെ നമുക്ക് നൈട്രജൻ ഗ്യാസും കിട്ടും. ഇവിടെയാണെങ്കിൽ നമുക്ക് ബെൻസീനിൻ്റെ മുകളിൽ അയഡിൻ വരും, കൂടെ നമുക്ക് നൈട്രജനെയും കൂടെ കിട്ടും. ഇതാണ് രണ്ട് റിയാക്ഷൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് സാൻമേസ് റിയാക്ഷൻ. വേണമെങ്കിൽ നമുക്ക് കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ എടുക്കാം. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഗട്ടർമാൻ റിയാക്ഷൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ എക്സ് എന്ന് പറഞ്ഞില്ലേ, ഈ എക്സ് എന്ന് പറയുന്നത് ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. നമുക്ക് അയഡിനോ ഫ്ലൂറിനോ എക്സിന് പകരം കൊണ്ടുവരാൻ പറ്റില്ല. മീൻസ് എക്സ് എന്ന സ്ഥാനത്ത് ഫ്ലൂറിനോ അയഡിനോ വരില്ല, ക്ലോറിനോ ബ്രോമിനോ വരത്തുള്ളൂ. ഇതാണ് രണ്ട് റിയാക്ഷൻ. ഒന്ന് സാൻമേസും അടുത്തത് ഗട്ടർമാനും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചേക്കുന്നത് സാൻമേസ് റിയാക്ഷൻ, അതായത് ബെൻസീൻ ഡയസോണിയം സാൾട്ട് റിയാക്ട് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഈതർ അല്ലെങ്കിൽ അസറ്റോൺ. നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിന് മുകളിൽ ഹാലജൻ വരും. ഇതായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ എന്ന് ചോദിക്കും. കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ. അനിലീനെ എന്താക്കി കൺവേർട്ട് ചെയ്യുക? ക്ലോറോബെൻസീനാക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ അയ്യോ അതെന്നെ പഠിപ്പിച്ചതാണ് ദാണ്ട അനിലീൻ ഡയസോണിയം സാൾട്ട്. അതിൽ നിന്നാണ് നമുക്ക് എന്തിനെ കിട്ടുന്ന? എക്സ് ആരൊക്കെ ആകാം? ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. ക്ലോറിൻ വന്നാൽ ക്ലോറോബെൻസീൻ, ബ്രോമിൻ വന്നാൽ ബ്രോമോബെൻസീൻ, അയഡിൻ വന്നതുകൊണ്ട് അയഡോബെൻസീൻ. അപ്പം ഡയസോണിയം സാൾട്ടിനെ ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ അയഡോബെൻസീനോ ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ അനിലീനെയും പറ്റും. കാരണം അനിലീനെ നമുക്ക് എന്താക്കി മാറ്റാം? ആദ്യം ഡയസോണിയം സാൾട്ടാക്കി മാറ്റാം, എന്നിട്ട് ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ അയഡോബെൻസീനോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കൺവേർട്ട് അനിലീൻ ടു അയഡോബെൻസീൻ. അനിലീനെ അയഡോബെൻസീൻ ആക്കുക. അപ്പോൾ അനിലീനെ ആദ്യം ഡയസോട്ടൈസേഷൻ ചെയ്യുക, എന്നിട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കുക, എന്നിട്ട് ഗട്ടർമാൻ റിയാക്ഷൻ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? അയഡോബെൻസീൻ കിട്ടും. സിമ്പിൾ. അപ്പം നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ അല്ല ഓർഗാനിക്കിൽ പഠിക്കേണ്ടത്. ഡെഫിനിഷൻ പഠിക്കേണ്ടതല്ല, ഡെഫിനിഷൻ പഠിക്കണം. പക്ഷേ റിയാക്ഷൻ എന്ത് നടക്കുന്നു എന്ന് കറക്റ്റാക്കി മനസ്സിലാക്കി വെച്ചേക്കുക. അല്ല ചുമ്മാ വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം അവരിങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കൺവേർട്ട് അനിലീൻ ടു. അതുകൊണ്ടാണ് മിക്കവരും ഈ കൺവേർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാത്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, എളുപ്പം മാർക്ക് കിട്ടുന്നതാണ്. നമ്മൾ പഠിച്ച റിയാക്ഷൻ തന്നെയായിരിക്കും, പക്ഷെ നമുക്കത് എഴുതാൻ പറ്റില്ല. നമുക്ക് മറന്നു, അയ്യോ അത് എന്തോ സംഭവം എന്ന് പോലും നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഇവിടെ പറഞ്ഞത് രണ്ട് നെയിം റിയാക്ഷനാണ്, സാൻമേസും ഗട്ടർമാനും. രണ്ട് റിയാക്ഷനിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിൽ നിന്നാണ്. കുപ്രസ് ഹാലൈഡ് എടുത്താൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ ഹാലജൻ വരും, ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും ആ ഹാലജൻ. പൊട്ടാസ്യം അയഡൈഡ് എടുത്തു കഴിഞ്ഞാൽ ഗട്ടർമാൻ റിയാക്ഷനാണ്, ബെൻസീൻ റിങ്ങിന് മുകളിൽ അയഡിൻ വരും. ഈ രണ്ട് റിയാക്ഷനിലും നമ്മൾ എടുക്കുന്നത് ബെൻസീൻ ഡയസോണിയം ഹാലൈഡാണ്. അതുണ്ടാക്കുന്നത് അനിലീനിൽ നിന്നാണ്. അപ്പം അനിലീനെ നമുക്ക് ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ ആക്കാം, അല്ലെങ്കിൽ അനിലീനെ നമുക്ക് എന്താക്കാം? അയഡോബെൻസീൻ ആക്കാം. എങ്ങനെയായാലും ഒരേ രീതി തന്നെ. ഇതാണ് ആദ്യത്തെ രണ്ട് റിയാക്ഷൻ. ഒന്നാമത്തെ റിയാക്ഷൻ സാൻമേസും, രണ്ടാമത്തെ റിയാക്ഷൻ ഗട്ടർമാൻ. രണ്ടുപേർക്കും രണ്ട് റിയാക്ഷനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്, മസ്റ്റാണ്. ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, വായിക്കുന്നു. ആദ്യത്തെ രണ്ട് റിയാക്ഷൻ ക്ലിയറായി. ഇനി നമ്മൾ അടുത്ത രണ്ട് റിയാക്ഷൻസിലോട്ട് പോവുകയാണ്. അടുത്ത രണ്ട് റിയാക്ഷൻ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. കാരണം രണ്ട് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് RXൽ നിന്നാണ്. എന്താ ഈ RX? RXനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഹാലൈഡ്.
ഈ എക്സ് എന്ന് പറയുന്ന ഹാലജൻ കോമൺലി ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. ഈ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബണിൻ്റെ ചെയിനില്ലേ, CH3 CH3 CH2, അതാണ് കാർബണിൻ്റെ ചെയിനാണ്. ഫോർ എക്സാമ്പിൾ CH3Cl, ഇത് ആൽക്കൈൽ ഹാലൈഡാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു കാർബൺ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്, അപ്പോൾ ഒരു കാർബൺ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് മെത്ത്. അപ്പം മീഥെയ്ൻ, അപ്പോൾ ക്ലോറോ മീഥെയ്ൻ, ഇത് ക്ലോറോ മീഥെയ്നാണ്. എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പിന്നെ പറയാം. ഇപ്പം നിങ്ങൾ നോക്കുക, RX രണ്ടിടത്തും സ്റ്റാർട്ട് ചെയ്യുന്ന RXൽ നിന്നാണ്. RXനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കൈൽ ഹാലൈഡ്. എക്സ് എന്ന് പറയുന്നത് ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. RX എടുക്കുന്നു. RXനെ നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യുന്നത് RI ആയിട്ടാണ്. അതായത് എക്സ് മാറി പകരം ആര് വരുന്നു, അയഡിൻ വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എക്സ് ഹാലജൻ അല്ലേ, പക്ഷേ എക്സ് ആരൊക്കെ ആവത്തുള്ളൂ, ക്ലോറിനോ ബ്രോമിനേ ആവത്തുള്ളൂ. അപ്പോൾ ഈ സ്ഥാനത്ത് ഒന്നില്ലെങ്കിൽ ക്ലോറിൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കും. അപ്പോൾ എന്തോ സംഭവിക്കുന്നത്, ക്ലോറിനോ ബ്രോമിനോ മാറിയിട്ട് പകരം അയഡിൻ വരും. നമ്മൾ നേരത്തെ ഒരു അയഡിൻ വരുന്ന റിയാക്ഷൻ കണ്ടായിരുന്നു, പക്ഷേ അത് ബെൻസീറിങ്ങിന് മുകളിലാണ്. ഇവിടെ നമ്മുടെ കാർബൺ ചെയിനകത്ത് അതും ഡൈസോണിയം സാൾട്ടിൽ നിന്നായിരുന്നു. ഇത് നമ്മുടെ ഒരു ആൽക്കൈൽ ഹാലൈഡിന് വേറൊരു ആൽക്കൈൽ ഹാലൈഡിന് ഉണ്ടാക്കും. നോർമലി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ക്ലോറിനോ ബ്രോമിനോ വരുത്തുള്ളൂ. എനിക്ക് പക്ഷേ അയഡിൻ വരണം, അപ്പം ഞാൻ അയഡിനെ ഉണ്ടാക്കും. രണ്ടാമത്തത്, ഇവിടെ ഫ്ലൂറിൻ വന്നിട്ടില്ല, എനിക്ക് ഫ്ലൂറിൻ വേണം, അപ്പം ഞാൻ RF ഫ്ലൂറിൻ എടുക്കും. ഓക്കെ, അപ്പം ഈ രണ്ട് റിയാക്ഷൻ, അയഡിൻ വരുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫ്ലൂറിൻ വരുന്ന റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും, രണ്ട് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്. എക്സ് ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. അവരെ എടുക്കുന്നു, എന്നിട്ട് ക്ലോറിനെയോ ബ്രോമിനെയോ മാറ്റി അയഡിൻ വന്നാൽ ഫിംഗൽസ്റ്റെയിൻ, ക്ലോറിനോ ബ്രോമിനോ മാറി ഫ്ലൂറിൻ വന്നാൽ സ്വാർട്സ് റിയാക്ഷൻ. ഇനി എടുക്കുന്ന റിയേജന്റ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനകത്ത് സോഡിയം അയഡൈഡും അസറ്റോൺ. സ്വാർട്സ് റിയാക്ഷനകത്ത് ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആയ AgF, Hg2F2 അവരൊക്കെ, COF3 കൊബാൾട്ടിൻ്റെ ഫ്ലൂറൈഡ് അവരൊക്കെ, ഇവരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്വാർട്സ് റിയാക്ഷനാണ്. അപ്പോൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും, രണ്ട് റിയാക്ഷനും പ്രത്യേകം ആലോചിച്ചുള്ള, രണ്ട് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് RXൽ നിന്നാണ്. സംഭവിക്കുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. ക്ലോറിനും ബ്രോമിനും മാറി അയഡിനോ ഫ്ലൂറിനോ വരുന്നു. അയഡിൻ വന്നാൽ ഫിംഗൽസ്റ്റെയിൻ, NaI അസറ്റോൺ. ഫ്ലൂറിൻ വന്നാൽ സ്വാർട്സ് റിയാക്ഷൻ, AgF ആണ് കോമൺലി നമ്മൾ എടുക്കുന്നത്. AgF അല്ലെങ്കിൽ HgF2 അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്. ഒത്തിരി ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയാണ്, ക്ലോറിനോ ബ്രോമിനോ മാറി അയഡിൻ വരാൻ ഫിംഗൽസ്റ്റെയിൻ, ക്ലോറിനോ ബ്രോമിനോ മാറി ഫ്ലൂറിൻ വരാൻ സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഹൗ വിൽ യു കൺവേർട്ട് ഈഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ അയഡൈഡ്? ഈഥൈൽ ക്ലോറൈഡിന് ആൽക്കൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡിന് ഈഥൈൽ അയഡൈഡ്, അതായത് ക്ലോറൈഡ് മാറി അയഡൈഡ് ആവുന്നു, ക്ലോറൈഡ് മാറി അയഡൈഡ് ആവുന്നു. ഏത് റിയാക്ഷനാണ്? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. അപ്പോൾ എന്തെടുക്കണം, മുകളിൽ NaIയും അസറ്റോണും. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കും, വാട്ട് യു മീൻ ബൈ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ, എക്സ്പ്ലെയിൻ ചെയ്യുക. റിയാക്ഷൻ വെച്ചിട്ട് സിമ്പിൾ, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ഷൻ വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ, ആൽക്കൈൽ അയഡൈഡ് ആർ ഒബ്റ്റൈൻഡ്. പക്ഷേ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതാ, CH3Cl കൺവേർട്ട്സ് ഇൻറ്റു CH3F. മുകളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേക്കും, ഏത് റിയേജൻ്റ് ആണെന്ന് എഴുതാനായിട്ട്. CH3Cl ആൽക്കൈൽ ഹാലൈഡ്, ക്ലോറിനോ ബ്രോമിനോ, ക്ലോറിൻ വന്നിട്ടുണ്ട്, ക്ലോറിൻ മാറി എന്തായി, ഫ്ലൂറിനായി. അപ്പോൾ ക്ലോറിനോ ബ്രോമിനോ മാറി ഫ്ലൂറിൻ വന്നു. ഏത് റിയാക്ഷൻ? സ്വാർട്സ് റിയാക്ഷൻ. മുകളിൽ ആരെ എഴുതുക? AgF, സിൽവർ ഫ്ലൂറൈഡ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, സാൻമേസും ഗട്ടർമാനുമാണ്. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയസോണിയം സാൾട്ട് നിന്നാണെങ്കിലും അതുണ്ടാക്കുന്ന അനിലിനെ ഡൈസോട്ടൈസേഷൻ ചെയ്യുന്നു. അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ അല്ലെങ്കിൽ അയഡോബെൻസീൻ. ഫ്ലൂറോബെൻസീൻ കിട്ടില്ല. ഫ്ലൂറോബെൻസീൻ നമുക്ക് കിട്ടിക്കാം, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത രണ്ട് റിയാക്ഷൻ ഫിംഗൽസ്റ്റെയിനും സ്വാർട്സും. രണ്ട് റിയാക്ഷനും ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിംഗൽസ്റ്റെയിൻ ആകുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡിലെ ക്ലോറിനോ ബ്രോമിനോ മാറ്റി അയഡിൻ വരും, മറ്റേ എടുത്ത് ക്ലോറിനോ ബ്രോമിനോ മാറി ഫ്ലൂറിൻ വരും. സ്വാർട്സ് റിയാക്ഷൻ.
ഇമ്പോർട്ടൻ്റ് ആണേ. സോ 2 റിയാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്ലിക്കറും ഒരുമിച്ച് പഠിക്കാം. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് RXൽ നിന്ന് തന്നെയാണ്. അതായത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും എങ്ങനെയാണോ അത് തന്നെയാണ് RXൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഹൺസ്ലിക്കറും വില്യംസണും സ്റ്റാർട്ട് ചെയ്യുന്നത്. X എന്തൊക്കെയാകാം? ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. അതിൽ റിയേജൻ്റ് ആഡ് ചെയ്യുന്നു. നമ്മൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? എസ്റ്ററിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഈതറിനെ പ്രൊഡ്യൂസ് ചെയ്താൽ വില്യംസൺ ഈതർ സിന്തസിസ്. ഓക്കെ, എന്നാൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എസ്റ്ററിനെ ആണെങ്കിൽ ഏത് റിയാക്ഷൻ? ഹൺസ്ലിക്കർ റിയാക്ഷൻ. അപ്പം ഈതറിനെ പ്രൊഡ്യൂസ് ചെയ്താൽ വില്യംസൺ ഈതർ സിന്തസിസ്, എസ്റ്ററിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഹൺസ്ലിക്കർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വില്യംസൺ ഈതർ സിന്തസിസ് നോക്കാം. RX എടുക്കുന്നു. ഇവിടെ എടുക്കുന്നത് അതായത് വില്യംസൺ ഈതർ സിന്തസിസ്, ഇത് വില്യംസൺ ഈതർ സിന്തസിസ് ആണ്. വില്യംസൺ, ഇത് ഹൺസ്ലിക്കർ ആണ്. ഹൺസ്ലിക്കർ. ആദ്യം വില്യംസൺ ഈതർ സിന്തസിസ് പറയാം. വില്യംസൺ ഈതർ സിന്തസിസിൽ നമ്മൾ എടുക്കുന്നത് ഇതാരാ? ROH. ഇതിനെ വിളിക്കുന്ന പേര് ആൽക്കഹോൾ എന്നാണ്. ആൽക്കഹോളിൻ്റെ H മാറിയിട്ട് NA വരുന്നു. RON. R എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബണിൻ്റെ ചെയിനാണ്. അതുകൂടാതെ അതിൻ്റെ കൂടെ ON. ഇതിനെ വിളിക്കുന്ന പേര് സോഡിയം ആൽക്കോക്സൈഡ്. ഇതിനൊരു എക്സാമ്പിൾ ഇതാ നോക്കി. CH3ON. അതായത് CH3, ആറിന് പകരം CH3ON. ഇതിനെ വിളിക്കുന്ന പേര് സോഡിയം. ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്? CH3 മെത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പല്ലേ. അപ്പോൾ മെത്തോക്സൈഡ്. ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം മെത്ത്, ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം മെത്തോക്സൈഡ്. ഇവിടെ ഈ 2 കാർബൺ CH3 CH2 ആണെങ്കിൽ സോഡിയം എത്തോക്സൈഡ് എന്ന് വരും. ഏതാണോ അത്. അപ്പോൾ അതാ RON. ഇതെവിടെ നിന്നാണ് ഉണ്ടാവുന്ന? ROHൽ നിന്നാണേ. ഇനി ഏതാ? ഹൺസ്ലിക്കർ റിയാക്ഷൻ. ഇതാരാ? RCOOH. ഇതാരാ? കാർബോക്സിലിക് ആസിഡാണ്. അതിൻ്റെ H മാറിയിട്ട് RCOOAG വരുന്നു. ഇതിനെ വിളിക്കുന്ന പേര് സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൻ്റെ സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൻ്റെ സിൽവർ സാൾട്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് RON, സോഡിയം ആൽക്കോക്സൈഡ്. ഇവിടെ സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് RCOH. ഇവിടുത്തെ H മാറി NA, ഇവിടുത്തെ H മാറി AG. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന RXലാണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് NAയും Xും ചേർന്ന് NaX പുറത്തു പോകും. അപ്പോൾ ഇവിടുന്ന് NA പോയി, ബാക്കി ആരുണ്ട്? RO ഉണ്ട്. ഓയുടെ കയ്യിൽ നിന്ന് NA പോയി, ഇയാളുടെ കയ്യിൽ നിന്ന് X പോയി. പോയ ആൾക്കാർ പരസ്പരം ജോയിൻ ആവും. അതായത് ഇവിടുന്ന് ഓയുടെ കയ്യിൽ നിന്ന് പോയി, ഇവിടുന്ന് ആറിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഓയും ആറും തമ്മിൽ ജോയിൻ ആവും. ROR. 2 കാർബണിൻ്റെ ഇടയ്ക്ക് ഓക്സിജൻ വന്നാൽ വിളിക്കുന്ന പേരാണ് ഈതർ. ഇനി ഇവിടെ നോക്കേ, കൂടെ എന്തും കൂടെ കിട്ടും? NAയും Xും കൂടെ ചേർന്ന് എന്ത് കിട്ടും? NaX. ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ NaCl, ബ്രോമിൻ ആണെങ്കിൽ NaBr. ഇവിടെ നോക്കേ, AGയും Xും കൂടെ ചേർന്ന് AgX പുറത്തു പോകും. AGയും Xും കൂടെ ചേർന്ന് AgX. ബാക്കി എന്തുവാ? RCOO. അങ്ങനെ തന്നെയുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് AG പോയി, പോയ ആൾക്കാർ പരസ്പരം ജോയിൻ ആവും. ഇവിടുത്തെ ഓയും ഇവിടുത്തെ ആറും ജോയിൻ ആവും. ആണ് കൂടെ വരുന്നത് AgX. 2 കാർബണിൻ്റെ ഇടയ്ക്ക് COO ഗ്രൂപ്പ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. അപ്പം ഈതറും കിട്ടും, എസ്റ്ററും കിട്ടും. ഈതർ ഉണ്ടാക്കുന്നത് വില്യംസൺ ഈതർ സിന്തസിസ്, എസ്റ്റർ ഉണ്ടാക്കുന്നത് ഹൺസ്ലിക്കർ. ഈ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് ഈതറും ആക്കാം, ആൽക്കൈൽ ഹാലൈഡിനെ എസ്റ്ററും ആക്കാം. ഈതർ ആക്കുന്നത് വില്യംസൺ ഈതർ സിന്തസിസ്, എസ്റ്റർ ആക്കുന്നത് ഹൺസ്ലിക്കർ. ഇവിടെ ROHൻ്റെ H മാറ്റി NA കൊടുക്കുന്നു. അപ്പോൾ സോഡിയം ആൽക്കോക്സൈഡ്. അതിൽ ഏത് ഗ്രൂപ്പ് വരുന്നു അതിനനുസരിച്ച് പേര് മാറും. ഇത് സിൽവർ സാൾട്ട്. ഈ R ഗ്രൂപ്പ് മാറാം. CH3 ആവാം, CH3 CH2 ആവാം, ബെൻസീറിംഗ് ആവാം, എന്തുവേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് AGയും Xും കൂടെ AgX പുറത്ത് കളയാം, ബാക്കി ആഡ് ചെയ്യാം. ഇത്രയും കാര്യമേ ഉള്ളൂ. സിമ്പിൾ സാധനം. ഓക്കെ, അതായത് വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്ലിക്കറും. സിമ്പിൾ 2 റിയാക്ഷൻ. എക്സാമിന് ചോദിക്കും നമ്മുടെ അടുത്ത്, പല രീതിയിലാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ തരാം ക്വസ്റ്റ്യൻ. എന്താ? CH3Clഉം CH3CH2ONAയും കൂടെ റിയാക്ട് ചെയ്യുന്നു. ഇത് ഏത് റിയാക്ഷനാണ് നോക്കിയിട്ട് പറഞ്ഞേ?
CH3Cl ഇത് ഏത് പകരം RX. ONA ഏതാ? ആൽക്കോക്സൈഡ്. ഇത് ഏത് ടൈപ്പ് ആൽക്കോക്സൈഡാണ്? ONA കൂടെ ഈഥൈൽ ഗ്രൂപ്പ്. അപ്പം സോഡിയം എത്തോക്സൈഡ് ആയി കൊടുത്തേക്കുന്നത്, എത്തോക്സൈഡ് ഈഥൈൽ ഗ്രൂപ്പ്. എന്താ സംഭവിക്കുന്നത്? എണ്ണയും Cl കൂടെ NaCl പുറത്തു പോകും. പിന്നെ എന്ത് വരുന്നത്? ഇവിടെ വരുന്ന ഗ്രൂപ്പ് പറഞ്ഞാൽ CH3 CH2 O അവിടെ തന്നെയുണ്ട്. ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെയുണ്ട്. ഇവിടെ കയ്യിൽ നിന്ന് NA പോയി, ഇയാളുടെ കയ്യിൽ നിന്ന് Cl പോയി. അപ്പോൾ Oയും CH3 തമ്മിൽ ജോയിൻ ആവും. OCH3. സിമ്പിൾ സാധനം. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷനാണ് ഇത്. ഒത്തിരി വട്ടം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ്റ്റിക്കർ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പിന്നെ പഠിപ്പിച്ചു. അപ്പം എത്ര എണ്ണമായി? 1 2 3 4 5 6 എണ്ണമായി. ഇതും നമ്മുടെ അനിലീനെ ആദ്യം ഡൈസോട്ടൈസ് ചെയ്ത് ഡൈസോണിയം സാൾട്ട് ആക്കുന്നു, കുപ്രസ് ക്ലോറൈഡ്. അപ്പം ക്ലോറിനോ ബ്രോമിനോ ബെൻസറിങ്ങിന് മുകളിൽ വരും, K അയോഡിൻ ബെൻസറിങ്ങിന് മുകളിൽ വരും. ഫിംഗൽസ്റ്റീനും സ്വാട്സ്. RX ക്ലോറിനോ ബ്രോമിനോ അതിനെ അയോഡിനാക്കുന്നു, ക്ലോറിനോ ബ്രോമിനോ ഫ്ലൂറിനാക്കുന്നു. വില്യംസണും ഹൺസ്റ്റിക്കറും RXനെ ഈതറാക്കുന്നു, RXനെ എസ്റ്ററാക്കുന്നു. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. ഇനി 3 റിയാക്ഷൻ കൂടെ ഉള്ളൂ. അതാകുമ്പോൾ നമ്മുടെ 9 നെയിംഡ് റിയാക്ഷൻസ് തീരും. അപ്പോൾ അത് ടപ്പേന്ന് പഠിച്ചോണം 9 നെയിംഡ് റിയാക്ഷൻ കേട്ടോ. അത്രയ്ക്കും സിമ്പിളായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. മനസ്സിലാക്കി പഠിക്കുക, റിയാക്ഷൻ മനസ്സിലാക്കി വെച്ചേക്കുക, റിയേജൻറ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് വുഡ്സ് ഫിറ്റിക്ക്. മൂന്നിനും ഒരേ റിയേജൻ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. മൂന്നിനും ഒരേ റിയേജൻറ്റ് സോഡിയം ഡ്രൈ ഈതറാണ്. 3 പേർക്കും ഒരേ റിയേജൻ്റ്. അതായത് നമ്മുടെ ആരോഗ്യ മുകളിൽ ഇരുന്ന ആൾക്കാരില്ലേ, റിയേജൻറ്റ് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ, റിയേജൻറ്റ് സോഡിയം ഡ്രൈ ഈതർ. വേറൊരു റിയേജൻ്റ് ഉണ്ട് കേട്ടോ, മഗ്നീഷ്യം ഡ്രൈ ഈതർ. അത് ഓർത്ത് വെച്ചാണ് നമുക്കിനി പഠിക്കണം. റിയേജൻ്റ് രണ്ടാമത്തെ ഒരു സെക്ഷനില്ലേ, അതിൽ നമ്മൾ പഠിക്കുന്ന മഗ്നീഷ്യം ഡ്രൈ ഈതർ. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതിലാദ്യം വുഡ്സ് റിയാക്ഷൻ വരുന്നത് ആൽക്കൈൽ ഹാലൈഡിലാണ്. വുഡ്സ് റിയാക്ഷൻ അരൈൽ ഹാലൈഡിലാണ്. അതായത് ബെൻസീറിങ്ങിന് മുകളിൽ ഹാലജൻ വരുമ്പോഴാണ് നമുക്ക് ഫിറ്റിക് റിയാക്ഷൻ വരുന്നത്. അരൈൽ ഹാലൈഡിലും ആൽക്കൈൽ ഹാലൈഡിലും കൂടെ ചേർത്തിട്ടാണ് വുഡ്സ് ഫിറ്റിക്ക് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആൽക്കൈൽ ഹാലൈഡിൽ വുഡ്സ് റിയാക്ഷൻ, അരൈൽ ഹാലൈഡിൽ ഫിറ്റിക് റിയാക്ഷൻ, ആൽക്കൈലും അരൈലും കൂടെ ചേർത്തിട്ട് ഏത് റിയാക്ഷൻ? വുഡ്സ് ഫിറ്റിക്ക്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ CH3Cl. ഇതിനകത്തോട്ട് ഇത് ആൽക്കൈൽ ഹാലൈഡാണ്. ഇത് ഏത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷൻ. ഇതേതാ? ഫിറ്റിക്ക്. ഇതേതാ? വുഡ്സ് ഫിറ്റിക്ക്. അപ്പോൾ എന്താ ഇങ്ങനെയുള്ള സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് തന്നിട്ട് ഫിറ്റിക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് തന്നിട്ട് ഇതിനകത്തോട്ട് സോഡിയം ട്രൈതർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ Cl എങ്ങ് മാറ്റുക. ഹാലജൻ എന്താണോ തന്നിരിക്കുന്നത് അതിനെ എങ്ങ് കളയുക. എന്നിട്ട് ആ CH3 അതിൻ്റെ കൂടെ കിടക്കുന്ന ഗ്രൂപ്പിനെ എഴുതുക. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ എഴുതുക. ഇതിനെടുത്ത് ഇങ്ങനെ തിരിച്ചിടുക. അപ്പോൾ എന്ത് കിട്ടും? CH3. ഒരു CH3 അവിടെ തന്നെ ഉണ്ട്, ഇതിനെടുത്ത് തിരിച്ചിടുക. അപ്പോൾ വീണ്ടും CH3 സിംഗിൾ ബോണ്ട് CH3. ഒന്നും കൂടെ CH3CH2Cl എന്തിനെ ആഡ് ചെയ്യുന്നു? സോഡിയം ഡ്രൈ ഈതർ. നേരെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഏത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷൻ. കാർബണിൻ്റെ ചെയിൻ ആയതുകൊണ്ടാണ് വുഡ്സ് റിയാക്ഷൻ. അരയിൽ എന്ന് പറഞ്ഞാൽ ബെൻസീറിങ് വരണം, അപ്പം അരയിൽ ഹാലൈഡ്, അത് ഫിറ്റിക് റിയാക്ഷനാണ്. പിന്നെ ബെൻസീറിങ്ങും സ്ട്രേറ്റ് ചെയിനും വരണം, എങ്കിലേ വുഡ്സ് ഫിറ്റിക് ആവും. വുഡ്സും ഫിറ്റിക്കും കൂടെ ചേരുന്നതാണ് വുഡ്സ് ഫിറ്റിക്. ഓക്കെ, അപ്പം ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം Cl മാറ്റുക, എന്നിട്ട് ബാക്കിയുള്ളതിനെ എഴുതുക. CH3CH2 Cl മാറ്റി ഇതിനെ എഴുതി, എന്നിട്ട് ഇതിനെ തിരിച്ചിടുക. അപ്പോൾ ആദ്യം ആര് വരും? CH2. പിന്നെ ആര് വരും? CH3. സിമ്പിൾ. ഇതാണ് ഫിറ്റിക് വുഡ്സ് റിയാക്ഷൻ. ഫിറ്റിക് ആകുമ്പോഴത്തേക്ക് അരയിൽ ഹാലജൻ, അതായത് ബെൻസീൻ റിങ്ങിന് മുകളിൽ ഹാലജൻ വരും. ഹാലജൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CLO BRO ഒക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ബെൻസീൻ റിങ് പരസ്പരം ജോയിൻ ആവും. ഇതെങ്ങനെ കിട്ടും? ഓക്കെ, ഇങ്ങനെ കിട്ടും. നമ്മൾ വിളിക്കുന്ന പേര് ഡൈഫിനൈൽ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് എന്തോന്നറിയാവോ? ബെൻസീൻ അല്ലെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡിനെ എങ്ങനെ ഡൈഫിനൈലാക്കാം? ക്ലോറോ ബെൻസീനെ എങ്ങനെ ഡൈഫിനൈലാക്കാം? ബ്രോമോ ബെൻസീനെ എങ്ങനെ ഡൈഫിനൈലാക്കാം? വുഡ്സ് റിയാക്ഷൻ ചെയ്താൽ മതി.
എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ വുഡ്സ് റിയാക്ഷനാണ്. ഓക്കെ, എഴുതിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കേ. ഈഥൈൽ ക്ലോറൈഡിനെ ഈഥൈൽ അയഡൈഡ് ആക്കണം. അതായത് ഈഥൈൽ ഗ്രൂപ്പ് മാറിയിട്ടില്ല, ക്ലോറിൻ മാറി അയഡിൻ വന്നു. ഏത് റിയാക്ഷനാണ്? ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഈഥൈൽ ക്ലോറൈഡിനെ എസ്റ്റർ ആക്കണം. എസ്റ്ററിൻ്റെ പേര് അവർ തരും. എസ്റ്ററിനെ എങ്ങനെ നെയിം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. എസ്റ്ററിൻ്റെ പേര് അവർ തരും. എങ്ങനെ ആൽക്കൈൽ ഹാലൈഡിനെ എസ്റ്റർ ആക്കുന്ന? ഹൺസ്ലിക്കർ റിയാക്ഷൻ. ഈഥൈൽ ക്ലോറൈഡിനെ ബ്യൂട്ടൈൻ ആക്കണം. അതായത് ക്ലോറിൻ മാറി 2 കാർബൺ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് 4 കാർബണായി. അപ്പോൾ അത് ഇരട്ടിച്ചു, അതായത് ഡബിളായി, തിരിച്ചിട്ടു. തിരിച്ചുള്ള റിയാക്ഷൻ ഏതാ? വുഡ്സ് റിയാക്ഷൻ. ഇരട്ടി. ഏതാണ്ട ഇതാ ഈഥൈൽ ക്ലോറൈഡ്. ഈഥൈൽ ക്ലോറൈഡ് എത്ര ആയത്? ബ്യൂട്ടൈനായി. കണ്ടോ, ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ വുഡ്സ് റിയാക്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് എഴുതാൻ അറിയത്തില്ല. കാരണം നമ്മളത് മനസ്സിലാക്കില്ല എന്താ റിയാക്ഷൻ എന്നുള്ളത്. നമ്മൾ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചു. അപ്പം ഈഥൈൽ ക്ലോറൈഡ് ബ്യൂട്ടൈൻ, അതായത് ക്ലോറിൻ മാറി വേറെ ആരും വന്നിട്ടില്ല. അപ്പം ഈ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലോറിൻ മാറി അയഡിനോ ഫ്ലോറിനോ ഒക്കെ നല്ല ഇത് പറയാൻ പറ്റൂ. എസ്റ്ററോ ഈതറോ ഒക്കെ ആയാലും ഇതൊക്കെ പറയാൻ പറ്റൂ. ഒന്നും വന്നിട്ടില്ല. പകരം ഈഥൈൽ, അതായത് 2 കാർബൺ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് 4 ആയി. അപ്പം 2 കാർബൺ കൂടെ എക്സ്ട്രാ വന്നു. അത് ഏത് റിയാക്ഷനായി? ഇരട്ടിക്കുന്ന. അത് വുഡ്സ് റിയാക്ഷനാണ്. പിന്നെ നോക്കി, ക്ലോറോ ബെൻസീനെ ഡൈഫിനൈലാക്കും. അതും വുഡ്സ് റിയാക്ഷനാണ്. ഇനി ഇതേതാ? വുഡ്സ് ഫിറ്റിക്. വുഡ്സ് ഫിറ്റിക്കിൽ ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇതാ ബെൻസീൻ റിങ്ങിന് മുകളിൽ ഹാലജൻ. പിന്നെ ഒരു ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ CH3Cl ആണോ. എന്നിട്ടാ ഇതും കൂടെ അങ്ങ് പോയിട്ട് ഇവർ തമ്മിൽ ജോയിൻ ആവും. ഇവിടുന്ന് ഹാലജൻ പോവും, എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുന്നും ഹാലജൻ പോവും. എന്നിട്ട് ഇതും ജോയിൻ ആവും. അപ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിന് മുകളിൽ CH3. ഇതിനെ വിളിക്കുന്ന പേര് ടൊളുവീൻ എന്നാണ്. ചിലപ്പോൾ എക്സാമിന് ക്ലോറോ ബെൻസീനിൽ നിന്ന് ടൊളുവീൻ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ക്ലോറോ ബെൻസീനകത്തോടെ എന്തിനിട്ട് കൊടുക്കണം? CH3Cl ഇട്ട് കൊടുക്കണം. അപ്പം ടൊളുവീനായി. സിമ്പിൾ. ഇതൊക്കെ ബെൻസീൻ റിങ്ങിന് മുകളിൽ എക്സ്, ഇതിനകത്തോട്ട് CH3CH2 എക്സ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ Cl, ഇതിനകത്തോട്ട് CH3CH2Cl. ഇതേത് റിയാക്ഷനാണ്? സോഡിയവും ട്രൈതറും എഴുതിയേക്കും. ഇതേത് റിയാക്ഷനാണ്? വുഡ്സ് ഫിറ്റിക്ക്. അരയിലും ഉണ്ട്, ആൽക്കൈലും ഉണ്ട്. ഈ Clഉം ഈ Clഉം പോയ ആൾക്കാർ പരസ്പരം ജോയിൻ ആവും. എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിന് മുകളിൽ CH2. പോയ ആൾക്കാരാ ജോയിൻ ആവുന്ന CH2 CH3, അല്ലാതെ CH3യുമായിട്ടല്ല ജോയിൻ ആവുന്നത്. ഇതാണ് ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക്. സോ ബാക്കി 3 ഇത്രയുമാണ് നമുക്ക് നെയിംഡ് റിയാക്ഷൻ പഠിക്കാനുള്ളത്. സാൻമേഴ്സ് റിയാക്ഷൻ ഉണ്ട്, ദെൻ അതിനുശേഷം ഗട്ടർമാൻ, ഫിംഗൽസ്റ്റൈൻ, സ്വാർട്സ്, വില്യംസൺ ഈതർ, ഹൺസ്ലിക്കർ, വുഡ്സ് ഫിറ്റിക്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 9 നെയിംഡ് റിയാക്ഷൻ. അതിൽ കൺവേർഷൻ ആയിരിക്കും ചോദിക്കുന്ന. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, കൺവേർഷൻ മാത്രമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തായാലും സംഗതി സിമ്പിളാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കണക്കിരിക്കും. നമുക്കൊരു 3-4 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഈ റിയാക്ഷനിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് റിയാക്ഷൻസ് ഇങ്ങനെ എഴുതിയിടാം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻസ് എല്ലാം വായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മളിപ്പോൾ 9 നെയിം റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് എക്സാമിന് ചോദിച്ച ഒരു 5-6 ക്വസ്റ്റ്യൻസ്. ഇവിടെ ആരോ ഇങ്ങോട്ട് ഇടാൻ സ്ഥലത്തുണ്ട്, ഇവിടെ ഇട്ടേക്കാണേ. 5 റിയാക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 5 റിയാക്ഷൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആൻസർ ഇപ്പുറത്താണ്, ആൻസറാണ് കിട്ടേണ്ടത്. ഇതിലേതെങ്കിലും റിയാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണോ, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിക്കേ. നമ്മൾ ഇത്രയും നേരം പഠിച്ച നെയിം റിയാക്ഷനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 5 ക്വസ്റ്റ്യൻ ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. HSS.live കയറി നോക്കിയാൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. HSS.live പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടിച്ച് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, CH3CH2Cl ഇപ്പുറം വന്നപ്പോൾ CH3CH2 അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ക്ലോറിന് പകരം ആരിൻ വന്നു, അയഡിൻ വന്നു. അപ്പോൾ ക്ലോറിൻ മാറി അയഡിൻ വരണം. ക്ലോറിൻ മാറി അയഡിൻ വരുന്ന ഏത് റിയാക്ഷനാണ്? ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ആഡ് ചെയ്യേണ്ട ആരൊക്കെയാണ്? സോഡിയം അയഡൈഡും കൂടാതെ അസറ്റോൺ. സോഡിയം അയഡൈഡ് എന്ന് എഴുതിയാലും മതി, ആൻസർ ഫുൾ മാർക്കും തരുമായിരുന്നു. രണ്ടാമത്തത് CH3CH2Cl
CH3CH2O CH3 ആയി. അതായത് CH3CH2 അങ്ങനെ തന്നെയുണ്ട്. Cl മാറി OCH3 വന്നു. ഇത് ഏതാ? ഇത് ഈതർ അല്ലേ? ഈതറിനുണ്ടാക്കുന്ന ഏത് റിയാക്ഷനാണ്? ഇത് വില്യംസൺ ഈതർ സിന്തസിസ്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് RONA റിയാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന RXനെ RONA റിയാക്ട് ചെയ്യിപ്പിക്കും അല്ലേ? എണ്ണയും എക്സും ചേർന്ന് ആര് പുറത്തു പോകും? NaX. പിന്നെ ROR ജോയിൻ ആവും അല്ലേ? അതിൽ നമ്മുടെ RX നമ്മുടെ കയ്യിലുണ്ട്. RX R ഏതൊക്കെയാണ്? CH3CH2. അപ്പോൾ CH3CH2 R ഗ്രൂപ്പ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ O ഇവിടെ ഒരു R വരുന്നുണ്ടല്ലേ? ആ R ആരാ? CH3. അപ്പം ആ R CH3 ആണ്. അപ്പോൾ CH3ONA വേണം നമ്മൾ എടുക്കാനായിട്ട്. ആണ് CH3ONA അല്ലേ? കാരണം ഇത് RX ആണ്. RXനോടൊപ്പം RONA എടുക്കണം. RONA അതിൽ RXൽ R ഇവിടെ വന്നിട്ടുണ്ട്. CH3CH2 പിന്നെ O വന്നിട്ടുണ്ട്. NA മാറി O വരും. പിന്നെ ഒരു R വരത്തില്ല. R ആരാ? CH3. സിമ്പിൾ സാധനം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നോക്കി, CH3Cl CH3CH3 ആയി. അതായത് Cl ഇവിടുന്ന് മാറിയിട്ട് ഈ CH3 ഒരു വട്ടവും കൂടെ വന്നു. ഏത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷൻ. ഏതാ? സോഡിയവും ഡ്രൈ ഈതറും. ഇവിടെ നോക്കി, N2X ബെൻസീൻ്റെ മുകളിൽ ഡൈസോണിയം സാൾട്ട്, അത് ക്ലോറിനായി. ഏതാ? സാൻമേസ് റിയാക്ഷൻ. Cu2Cl2 നമ്മൾ X2 എന്നാണ് എഴുതിയേക്കുന്നത്. Cl വരണമെങ്കിൽ ഇവിടെ Cl2 എടുക്കണം. ഇനിതാ ഈ റിയാക്ഷൻ CH3CH2Cl ബെൻസീൻ റിങ്ങിന് മുകളിൽ Cl സോഡിയം ഡ്രൈ ഈതർ ആകുമ്പോൾ വുഡ്സ് ആകാം, ഫിറ്റിക് ആകാം. വുഡ്സ് ആണെങ്കിൽ നേരെയുള്ള ചെയിൻ മാത്രം. നേരെയുള്ള ചെയിൻ കൊണ്ട് ബെൻസീൻ റിങ് ഉണ്ട്. അപ്പോൾ ഇത് വുഡ്സ് ഫിറ്റിക്കാം. അപ്പോൾ ഇവിടുന്ന് Cl മാറുന്നു, ഇവിടുന്ന് Cl മാറുന്നു. മാറിയ ആൾക്കാർ തമ്മിൽ ജോയിൻ ആവുന്നു. എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിന് മുകളിൽ മാറിയ ആളാരാ? CH2ൻ്റെ കൂടെ CH3. സോ 9 നെയിം റിയാക്ഷനാണ് പഠിപ്പിച്ചത്. 9 നെയിം റിയാക്ഷൻ മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് പോകെ ഡിസ്കസ് ചെയ്യാം. വീഡിയോസ് എല്ലാം കണ്ട് ക്ലിയർ ആക്കിയിട്ട് വേണം ഹാലോ ആൽക്കീൻസ് തീർക്കാൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.